മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത സഹിൻ ആന്റണി പങ്കുവെക്കുകയാണ്. എറണാകുളത്ത് IT ജീവനക്കാരെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിൽ പ്രതികൾക്കൊപ്പം ഉണ്ടായിരുന്ന സിനിമാ നടിയെയും പോലീസ് ചോദ്യം ചെയ്യും എന്ന വിവരം സഹിൻ പങ്കുവെക്കുകയാണ്. ഇവർക്കൊപ്പം കാറിൽ മദ്യലഹരിയിൽ നടിയും ഉണ്ടായിരുന്നതായാണ് സഹിൻ പങ്കുവെക്കുന്ന വിവരം. വെലോസിറ്റി ബാറിൽ ഉണ്ടായ തർക്കമാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ എന്നാണ് വിവരങ്ങൾ. കേസിൽ 3 പ്രതികൾ റിമാൻഡിലാണ്. സഹിൻ ആന്റണി നമുക്കൊപ്പം ചേരുകയാണ്. സഹിൻ, ആരാണ് ഈ നടി എന്ന കാര്യത്തിൽ പോലീസ് വ്യക്തത വരുത്തുന്നുണ്ടോ? നമുക്കങ്ങനെ പേര് പറയാൻ സാധിക്കുമോ? എന്താണ് ഈ കേസ് യഥാർത്ഥത്തിൽ? കഴിഞ്ഞ ദിവസമാണ് ബിനിൽ എറണാകുളം വെലോസിറ്റി ബാറിൽ യുവാക്കളും യുവതികളും തമ്മിൽ തർക്കമുണ്ടായത്. ഒപ്പം തന്നെ ഈ തർക്കം കണ്ടുവന്ന ഒരു IT ജീവനക്കാരൻ പിന്നീട് ഇയാളുമായി ഇവർ തർക്കത്തിലേക്ക് വരികയായിരുന്നു. എന്തായാലും പിന്നെ എറണാകുളം നോർത്ത് പാലത്തിന് താഴെ വെച്ച ഈ സദർലാൻഡിലെ IT ജീവനക്കാരനെ ഇവർ കാറിൽ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളതാണ് കേസ്. അതായത് തർക്കം തുടങ്ങുന്നത് വെലോസിറ്റി ബാറിൽ നിന്നാണ്. പിന്നീട് ഇത് തട്ടിക്കൊണ്ടുപോകലിലേക്ക് എത്തുകയായിരുന്നു. കാറിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചു. അയാൾ പിന്നീട് എറണാകുളം നോർത്ത് പോലീസിൽ പരാതി കൊടുത്തു. ആ പോലീസ് കേസെടുത്ത 3 പേര് ഇപ്പോൾ റിമാൻഡിലാണ്. ഇതിൽ സോനമോൾ എന്ന് പറയുന്ന ഒരു സ്ത്രീയുണ്ട്, കൂടാതെ അനീഷ മിഥുൻ, ഇങ്ങനെ 3 പേരാണ് റിമാൻഡിലുള്ളത്. ഈ 3 പേരെ കൂടാതെ ആ കാറിൽ മറ്റൊരാളുണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. അത് കേരളത്തിലെയും മലയാളത്തിലെയും ഒപ്പം തന്നെ തമിഴിലെയും പ്രശസ്ത നടന്മാരെ കൂടി അഭിനയിച്ചിട്ടുള്ള ഒരു നടിയാണ്. അവരുടെ പേര് നമ്മൾക്കിപ്പോൾ പറയാൻ കഴിയാത്തതുകൊണ്ടാണ്. നടി ഏതാണെന്ന് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട്. അവരുടെ പേര് നമ്മൾക്കിപ്പോൾ പറയാൻ കഴിയില്ല. കാരണം പോലീസ് ഒന്നല്ലെങ്കിൽ ഇവർ പ്രതികരിക്കുകയോ അല്ലെങ്കിൽ ഇവർ ചോദ്യം ചെയ്യുകയോ ചെയ്താൽ മാത്രമേ നമുക്ക് അവരുടെ പേര് പറയാൻ കഴിയുകയുള്ളൂ. അവരും ഈ കാറിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അവരെ ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. എറണാകുളം നോർത്ത് പോലീസായിരിക്കും അവരെ ചോദ്യം ചെയ്യുക. ആ രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ബില്ല്. ശരി, വ്യക്തമാണ്. എന്തായാലും പോലീസ് പ്രതി ചേർക്കുകയോ അല്ലെങ്കിൽ ആ വിധത്തിലുള്ള നിയമപരമായ നടപടികളിലേക്ക് കടക്കുകയോ ചെയ്താൽ മാത്രമേ ആ നടി ആരാണ് എന്നുള്ളത് പുറത്ത് പറയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഈ കേസിൽ പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.